ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 8-9 വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുക. അപ്പോസ്തലനായ പത്രോസ് ദൈവജനത്തിന് എതിരെ നിൽക്കുന്ന ഒരു പ്രതിയോഗി അല്ലെങ്കിൽ പിശാച് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. അപ്പോൾ ഒരു മുന്നറിയിപ്പിൻ്റെ സന്ദേശം പത്രോസ് കൈമാറി. ഒരു ഭക്തനെ വിഴുങ്ങുവാൻ, നശിപ്പിക്കുവാൻ, തകർത്ത് കളയുവാൻ ചുറ്റി നടക്കുന്ന ഒരു പ്രതിയോഗിയെക്കുറിച്ച് പത്രോസ് ഒരു മുന്നറിയിപ്പ് തരും. ഈ പ്രതിയോഗി ദൈവജനത്തിനെതിരെ നിൽക്കുന്നതിൻ്റെ കാരണം ദൈവം ദൈവജനത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ദൈവജനത്തിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. അപ്പോൾ ആ കരുതലും ദൈവിക ഉയർച്ചയും ദൈവജനം അനുഭവിക്കരുത്. അതുകൊണ്ട് അവനെതിരെ പോരാടുക, അവനെതിരെ നിൽക്കുക, അവനെ നശിപ്പിക്കുക. കർത്താവായ യേശുക്രിസ്തു തന്നെ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ കള്ളനാണ്, കൊലപാതകനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നശിപ്പിക്കുന്നവനാണ്, ഹല്ലേലൂയ. ശൂന്യമാക്കുന്നവനാണ്, തകർക്കുന്നവനാണ്, ഇടിച്ചു കളയുന്നവനാണ്. അപ്പോൾ ഒരു നന്മയും മനുഷ്യകുലത്തിന് കൊടുക്കാൻ പിശാച് ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ അറിവ് പണിയുന്നവൻ, വീണ്ടും അവസരം കൊടുക്കുന്നവൻ, നന്മ കൊടുക്കുന്നവൻ, ഉയർത്തുന്നവൻ, കരുതുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ, ഇങ്ങനെ തുടങ്ങി ദൈവം മാനവജാതിയോട് ചെയ്യുന്ന നന്മയെക്കുറിച്ചുള്ള ഒരു അറിവ് എത്രയോ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം പത്രോസ് പറയുകയാണ്, ഒരു പ്രതിയോഗി നമുക്കെതിരെ ഉണ്ട്, വിഴുങ്ങിക്കളയുവാൻ, മുടിച്ചു കളയുവാൻ. എന്നാൽ അതുകൊണ്ട് പത്രോസ് നിർത്തുകയല്ല, ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. നാം എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രതിയോഗിയെക്കുറിച്ച് അറിയണം, അവൻ്റെ പദ്ധതികളെക്കുറിച്ച് അറിയണം. 2, നമ്മെ രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിയണം. 1, അറിയുക. ഇന്ന് പകൽക്കാലം ഞാനതിൻ്റെ 2ാമത്തെ ഭാഗമാണ് എടുക്കുന്നത്. 2ാമത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകുക എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. 3ാമതായി എതിർത്ത് നിൽക്കുക. ഈ 3 മേഖലയാണ് നമുക്കെതിരായി വരുന്ന പ്രതിയോഗിയെ നേരിടുവാൻ കഴിയുന്നത്. 1, അറിയുക. അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. 2, നമ്മെ രക്ഷിക്കുന്ന, നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. 3, അവനോട് എതിർത്ത് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇസ്രായേൽ മക്കളുടെ കനാൻ യാത്രയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ആഴമേറിയ ഉറപ്പ് ആ ജനത്തിന് കൊടുക്കുന്നത് കാണും. നോക്കണം, അവിടെ 19-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കുറച്ചും കൂടെ അത് സ്ട്രോങ് ആയി നമുക്ക് കിട്ടുന്നത്. ജോസഫിൻ്റെ അസ്ഥികളെ എടുത്തുകൊണ്ടുപോകും, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം, അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കൾ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്തിരുന്നു. അപ്പം നോക്കാം, അത് ജോസഫ് പറയുന്നൊരു വാക്കാണ്. സ്തോത്രം. നിങ്ങളെ ദൈവം സന്ദർശിക്കും, ഇവിടെ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ മടക്കി കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും, അപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അവന് നല്ല ഉറപ്പാത്. അപ്പോൾ നോക്ക്, സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആഴമേറിയ ഉറപ്പാണ്. സ്തോത്രം. ചെങ്കടലിൻ്റെ കരയിൽ ചെല്ലുമ്പോൾ ആ ഉറപ്പ് പോകരുത്. പ്രതിസന്ധി കാണുമ്പോൾ, ആ പ്രശ്നം കാണുമ്പോൾ ആ ഉറപ്പ് പോകരുത്. ഈ വഴി കൂടെ ദൈവം കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിക്കരുത്. സ്തോത്രം. അപ്പോൾ പ്രതിയോഗിയുടെ ലക്ഷ്യം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത്. അവനെല്ലാം ഇപ്പോഴും കൺഫ്യൂഷനിലേക്ക് നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. ഫറവോൻ്റെ അടുക്കൽ നിന്ന് വിടുവിച്ചു. എന്തിനാ ചെങ്കടലിൽ കൊണ്ടുവന്നത്? എന്തിനാ ചെങ്കടലിൻ്റെ കരയിൽ നിർത്തിയിരിക്കുന്നത്? സ്തോത്രം. എന്തിനാണ് മരുഭൂമിയിൽ കൂടെ കൊണ്ടു നടക്കുന്നത്? എന്തിനാണ് വെള്ളം കിട്ടാതിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ. സ്തോത്രം. വിളിച്ചിറക്കിയവനെ പൂർണ്ണമായി വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസത്തിലെ സ്ഥിരത എന്നുള്ളതിൻ്റെ അർത്ഥം പൂർണ്ണമായി അല്ലെങ്കിൽ വിളിച്ചിറക്കിയവനെ വിശ്വസിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് സ്തോത്രം, അവരുടെ യാത്രയിൽ നമ്മൾ മുൻപോട്ട് ചിന്തിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ ഇങ്ങനെയാണ് ഒരു 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 14-17 വീണ്ടും നമ്മൾ കാണുന്നത് സ്തോത്രം, മിസ്രൈമിലും സ്തോത്രം അവൻ്റെ സകല സൈന്യത്തിലും രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെല്ലാം ദൈവിക മഹത്വത്തിന് വേണ്ടി നമുക്കത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ ആ വാക്കുകളാണ് കാണുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം ആ കുടുംബത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആ കുടുംബത്തെ എല്ലാവരും അപമാനിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ലാസർ മരിച്ചത് ആ കുടുംബത്തിൽ ഒരു ദൈവമഹത്വത്തിന് കാരണമായി തീർന്നു. ജീവിതത്തിൻ്റെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും ഒരു ദൈവമഹത്വം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ, ദൈവം അവർക്കൊരു വാഗ്ദത്വം കൊടുത്താണ് അവരെ ഇറക്കിയത്. സ്തോത്രം. എന്താണ് വാഗ്ദത്വം? സ്തോത്രം. ഞാൻ നിങ്ങളെ ഹല്ലേലൂയ പാലും തേനും ഒഴുകുന്ന പ്രൈസ് ദി ലോർഡ് കനാനിലെത്തിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ വാഗ്ദത്ത ദേശം. സ്തോത്രം. പ്രതിസന്ധികളിൽ ദൈവിക വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ ചിന്ത നിർത്തുവാൻ ആഗ്രഹിക്കുക. ഞാനിങ്ങനെ പറയട്ടെ, ദൈവമക്കളെ, സ്തോത്രം. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നമുക്ക് തന്ന വാഗ്ദത്തം അതിൽ ആഴമായി ഉറക്കണം. ഏതു വഴിയിലൂടെ നടക്കപ്പെട്ടാലും, ദൈവം നമ്മെ നടത്തിയാലും ദൈവത്തിനൊരു മഹത്വം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം വിടുവിച്ചു എന്നാഴമായി ഉറയ്ക്കണം. ഫറവോൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചത്, ചെങ്കടലിലൂടെ എന്നെ നടത്തുന്നത് ദൈവമാണ്. ആ വഴിയിലൂടെ ദൈവം എന്നെ നടത്തുന്നത്. പകൽക്കാലം ആഴമേറിയ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇടയ്ക്ക് കൺഫ്യൂഷനാക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ സ്ഥിരത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പ്രതിയോഗി അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു. വിഴുങ്ങിക്കളയുവാൻ വൃതന്മാരെ അന്വേഷിച്ച് നടക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അങ്ങയിൽ ആഴത്തിൽ വിശ്വസിക്കുവാൻ, ആ വിശ്വാസത്തിൽ നിന്ന് ഒരു ഇഞ്ചു പോലും മാറാതെ നിലനിൽക്കുവാൻ അങ്ങയുടെ ജനത്തെ ഇടയാക്കണം. കർത്താവേ, ഞങ്ങൾക്കൊരു വലിയ വാഗ്ദത്തം, നിത്യത എന്ന വാഗ്ദത്തം തന്നതങ്ങ്, ഞങ്ങളെ നടത്തുന്നതങ്ങ്. ഏത് കഠിനമായ വഴിയിലൂടെ ആയാലും ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കുവാൻ അങ്ങ് ശക്തൻ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വരുന്ന അതെല്ലാം അങ്ങയ്ക്ക് അതിലൊരു മഹത്വമുണ്ട് എന്നതും ഞങ്ങൾ തിരിച്ചറിയും. പൂർണ്ണമായി അങ്ങിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവജനത്തെ സഹായിക്കണം. വിശ്വാസത്തെ മറിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ, ശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ പ്രതിയോഗി ശ്രമിക്കുന്ന ഒരു ശ്രമവും ജനത്തിൽ നടക്കാതെ അങ്ങ് ജനത്തെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെടുന്ന ദിനം. ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.